കാട്ടാനാക്രമണത്തിൽ വയനാട് അട്ടമല സ്വദേശി ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ടതോടെ ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ പുനരധിവാസം വീണ്ടും ചർച്ചയാവുകയാണ്. പൈതൃകവും ദൈവവിശ്വാസവും അടക്കം ഏറാട്ടുകുണ്ടിൽ താമസിക്കുന്ന പണിയർ വിഭാഗത്തെ ഇവിടെ നിലനിർത്തുന്ന ഘടകങ്ങൾ നിരവധിയാണ്. കാടിനോട് ചേർന്ന് ഉപജീവനം കണ്ടെത്തി ജീവിതം നയിക്കുന്ന ഇവരുടെ പുനരധിവാസം തൊലിപ്പുറത്തുള്ള ചികിത്സയാകരുത്. ഉരുൾപൊട്ടിയ ചൂരൽമലയിൽ നിന്ന് 3 കിലോമീറ്ററോളം തേയിലത്തോട്ടത്തിലൂടെ സഞ്ചരിച്ചാലാണ് അട്ടമല ഏറാട്ടുകുണ്ട് ഉന്നതിയിലെത്തുക. അതിന് 1 കിലോമീറ്റർ മുമ്പാണ് ബാലകൃഷ്ണൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവിടെ വെച്ചാണ് അട്ടമല ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ ബാലകൃഷ്ണൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. രാത്രി സാധനങ്ങൾ വാങ്ങാൻ പോയി തിരിച്ചു വരുന്ന സമയത്തായിരുന്നു കാട്ടാനയുടെ ആക്രമണം. സാധാരണഗതിയിൽ ബാലകൃഷ്ണൻ അടങ്ങുന്ന ഉന്നതിയിലെ ആൾക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലമല്ല ഇത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു തോട്ടത്തിലെ വിവിധ സ്ഥലങ്ങളിലൂടെ വഴികളിലൂടെയാണ് സാധാരണഗതിയിൽ ഇവർ യാത്ര ചെയ്യാറുള്ളത്. പക്ഷേ അന്ന് രാത്രി സാധനങ്ങൾ വാങ്ങാൻ പോയി തിരിച്ചു വരുന്നത് ഈ വഴിയിലൂടെയായിരുന്നു. ഇവിടെ വെച്ചാണ് ബാലകൃഷ്ണനെ കാട്ടാന ക്രൂരമായി ആക്രമിച്ചു കൊന്നത്. അഞ്ച് കുടുംബങ്ങളിലായി 32 പേരാണ് ഏറാട്ടുകുണ്ട് ഉന്നതിയിൽ താമസിക്കുന്നത്. കാപ്പി, കുരുമുളക്, തേൻ തുടങ്ങിയവ ശേഖരിച്ചും കൂലിവേല ചെയ്തും ജീവിക്കുന്ന പണിയർ വിഭാഗം. കാലങ്ങളായി ഇവരെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ഈ ഭൂമി വിട്ടുപോകാൻ ഇവർക്കാകില്ല. ഇവർ ചാലിയാറിൻ്റെ അവിടെ നിന്ന് വന്ന ആൾക്കാരാണ്. ഇവർക്ക് ചാലിയാറുമായിട്ട് വലിയ ബന്ധമുള്ള ആൾക്കാർ. അവരെ അച്ഛനൊക്കെ ചാലിയാറിൻ്റെ അവിടെ നിന്നാണ് വന്നത്. ചെമ്പൻ തന്നെ ഒരാളൊക്കെ ഇവിടെ വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ പുഴ കവിഞ്ഞ് അപ്പുറത്ത് പോയി താമസിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അവർ താമസിക്കൂല. ഓരോത്തന്നെ അവർ ദൈവപ്പുര അപ്പോൾ എല്ലാ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരെ തൊട്ടടുത്ത് മാറ്റി താമസിക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിനവർ സമ്മതമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഭാവിയിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഈ കാടിനോട് അടുത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ്. പ്രത്യേകിച്ചും ഇവർ ചാലിയാറിൽ നിന്ന് ഈ കാട്ടിലൂടെ തന്നെ സഞ്ചരിക്കാൻ, സ്വതന്ത്രമായി സഞ്ചരിച്ച് അവരുടേതായ ഇഷ്ടത്തിന് ജോലി ചെയ്ത് ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം. ഇപ്പോൾ ആന പിടിച്ചതിലൊക്കെ അവർക്ക് ഏറ്റവും വലിയ സങ്കടവും ദുഃഖമുള്ള ആൾക്കാരാണ്. നമ്മളെ മാതിരിയല്ല. നമ്മളൊക്കെ ആന പിടിച്ച് അതിൻ്റെ ഒരു മരിപ്പ് കഴിഞ്ഞാൽ പിറ്റേന്ന് കഞ്ഞി എന്തെങ്കിലും കഴിക്കും. അവർ അരിയാഹാരം 7 ദിവസം പോലും കഴിക്കില്ല. എല്ലാവരും തുല്യ ദുഃഖിതരാണ്. അവരെല്ലാവരും ഒരേ മനസ്സുപോലെ വളരെ സങ്കടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അട്ടമലയിൽ കഴിഞ്ഞ 8 വർഷത്തിന്റെ കാട്ടാന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 6 പേരാണ്. ഇവരെ മാറ്റി താമസിപ്പിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും ചാലിയാർ പുഴക്കപ്പുറമുള്ള ജീവിതം ഇവർക്ക് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. ഈ പുഴ ഇവരുടെ ഒരു വൈകാരികതയാണ്. ഈ പുഴൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങളില്ല, ആ പ്രശ്നമില്ല. അതാണ് മരിച്ച ബാലകൃഷ്ണൻ്റെ അച്ഛനും അമ്മയും മൂപ്പനും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവരുടെ സെൻറ്റിമെൻ്റൽ കണക്ടിവിറ്റി ഉള്ള ഒരു ലാൻഡാണത്. ഈ ലാൻഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ സെമി ആയിട്ട് വേറെ സ്ഥലത്തേക്കൂടെ അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാത്ത നിലപാട് സ്വീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അട്ടമലയിലെ 1-ാം നമ്പർ വനഭൂമിയിലാണ് ഏറാട്ടുകുണ്ട് ഉന്നതി നിവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചത്. സർക്കാർ കണക്കിൽ റെഡ് സോൺ മേഖലയായതിനാൽ വിവിധ വകുപ്പുകളുമായും ചർച്ച ചെയ്തു വേണം അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ. കാട്ടാന ആക്രമണത്തിൽ ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഏറാട്ടുകുണ്ട് നിവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. എന്നാൽ കൃഷിയുമായി ഏറെ ബന്ധമുള്ള ജീവിതമാണ് ഈ ഏറാട്ടുകുണ്ട് നിവാസികളുടെ പണിയർ വിഭാഗം. അവരെ മാറ്റി താമസിക്കുമ്പോൾ അവരെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ക്യാമറമാൻ റിന്റുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.